നമ്മുടെ ഈ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത് ഇന്നത്തെ ഒരു വീഡിയോ. ഞങ്ങളിപ്പോ ഇന്ന് പുലർച്ചെ എത്ര മണിക്ക് എത്തുമ്പോ വീടെത്തുമ്പോ 2 മണിക്ക് കറക്റ്റ് 2 മണിക്കാണ് ഞങ്ങൾ വീടെത്തിയത്. ഞങ്ങൾ 2 മണിക്കാണ് വീടെത്തിയത്. വീടെത്തി കഴിഞ്ഞാൽ എല്ലാവരും കയറി കിടന്ന് ഉറങ്ങി ക്ഷീണമായിരുന്നു. പിന്നെ ഞങ്ങൾ പൊങ്കാലൊക്കെ ഇട്ടതിന് ശേഷം കുളിച്ച് അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ട് കുളിച്ച് പിന്നെ ഇറങ്ങി പിന്നെ ഒരു ഹോട്ടലിൽ ഒരു ഫുഡ് കഴിച്ചു അത്ര ഉണ്ടായിരുന്നു. പിന്നെ നേരെ ഹോട്ടലില് ഞങ്ങള് ഭക്ഷണം കയറിയ ഹോട്ടലില് അവര് ഓൾറെഡി ഒരു ബോട്ടിൽ വെള്ളത്തിന് 20 രൂപയോളം, അവര് 28 രൂപ 57 പൈസ. ഈ 8 രൂപ 57 പൈസയുടെ കണക്ക് മനസ്സിലായി. നിങ്ങൾ ഞാൻ ഹോട്ടലിൽ കയറണ്ട കേട്ടോ. അപ്പൊ അങ്ങനെ അതുപോലെ ബിരിയാണിയുടെ വില 228 രൂപ 57 പൈസ. എന്ത് 8 രൂപ 50 പൈസയുടെ കണക്ക് GST സെപ്പറേറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ വേലപ്പൂരാട്ടം. പൂരം ഇന്നലെയായിരുന്നു. നമ്മുടെ നാട്ടിലെ വലിയൊരു പൂരാട്ടം. നമ്മുടെ പൂരാണത് ചെറുപത്താവ് പൂരം, നമ്മുടെ പൂരം. പക്ഷെ നമ്മുടെ പൂരത്തിന് നമ്മുടെ നാട്ടിലുണ്ടായില്ല. പക്ഷെ നമുക്ക് ഇന്നലെയാണോ എന്നാ കൊറേ വർഷങ്ങളായിരുന്നു എണ്ണ പണി കിട്ടും. ഇന്നലെ ഉള്ളതാ. ഇന്നലെ എണ്ണ തേക്കാത്താണ്. ശരിയായി. അപ്പം നമ്മൾ പൂരം. അപ്പൊ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് കുറേ എനിക്ക് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ കുട്ടിക്കാലം കൊണ്ട് ആകർഷിക്കുന്ന സാധനം പൂരത്തിൻ്റെ അമ്മ നല്ല ഫുഡ് ഉണ്ടാക്കും. അതാണ് എൻ്റെ വീക്ക്നെസ്. നല്ല എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് നല്ല പരിപ്പൂട്ട ഉണ്ടാക്കും, നല്ല മീൻകറി ഉണ്ടാക്കും, നല്ല മാങ്ങച്ചാറുണ്ടാക്കും, നല്ലൊരു ഉപ്പേരി ഉണ്ടാവും, നല്ലൊരു പപ്പടം കാച്ചിയതുണ്ടാവും, ഒരു പപ്പടം കാച്ചിയതുണ്ടാവും, പിന്നെ ഒരു ഉപ്പേരി, ചിക്കൻ ഉണ്ടാവും, ബീഫ് ഉണ്ടാവും. പൊങ്കാല കഴിഞ്ഞു കേട്ടാ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ച് അപ്പോൾ ഈ കൊല്ലം എന്തെങ്കിലും കുതിരവേലയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അങ്ങനെ ഉണ്ടാക്കും. പക്ഷേ ഇപ്രാവശ്യം ഒന്നും നമ്മൾ ഉണ്ടായില്ല, പൂരത്തിനും പറ്റിയില്ല. അപ്പൊ ഞങ്ങളുടെ വേലപ്പൂരത്തിന് കുറച്ച് എല്ലാം കുറേശ്ശെ 24 സെന്റ് പോവാല നമുക്ക് പോവാല. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ച് രാവിലെ ഒരു 7:30 പേരിച്ച് ഞാൻ എന്നെ കുളിച്ച് ഞാൻ ഇറങ്ങുന്ന നേരത്ത് ഈ പേച്ചഴി കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാനുണ്ട്. അപ്പോഴേക്ക് ഈ പേച്ചഴി കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാനുണ്ട്. അങ്ങനെ 2 കുട്ടി കുറുമ്പന്മാരെ എനിച്ചിട്ട് ഞങ്ങളുടെ കൂടെ കൂടി. അപ്പോൾ അവരെ കുളിപ്പിച്ചു. പൂരല്ലേ എനിക്ക് ഞാൻ കുളിച്ച് കാണുന്നത് ഇഷ്ടമായിട്ട് രാവിലെ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇറച്ചി അടിക്കാൻ പോയല്ല. അപ്പൊ കുറി ചെപ്പൊക്കെ കണ്ടു ചിക്കൻ വറുത്ത വേണ്ട കൊടുക്കണേ. ചിക്കൻ വറുത്ത വേണ്ട കൊടി കിട്ടില്ലടപ്പോ. നീ എന്നെ ചോദിക്കണം കേട്ടോ സൂപ്പർ മാർക്കറ്റിലൊക്കെ. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തലക്കല ഓളുണ്ടെന്ന് പോവാം. അപ്പൊ ആരുമില്ല, നമ്മള് മാത്രമല്ല, അവരാരുമില്ല, നമ്മൾ മാത്രമല്ല. നമുക്ക് പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം. അവര് മിച്ചറിയിരുന്ന് ചെല്ലിട്ട് ചായ അതിൽ ചേഞ്ച് ഉണ്ടോ ചായക്ക്? കാശ് മേടിക്കണ്ട. മിച്ചർ അടിക്കുന്നുണ്ട്, പാഴ ഇരിക്കുന്നുണ്ട്, കട്ടൻ ചായ ഇരിക്കുന്നുണ്ട്. 2 ദിവസമായി വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2-3 ദിവസമായില്ലേ പോവല്ലേ. അങ്ങനെ ഞങ്ങൾ പോവാണ്. ആദ്യം നമുക്ക് ഇറച്ചി മേടിക്കാം. ആടാ അവിടെ ഉണ്ടോ അച്ഛൻ കായക്കട വെട്ടിവെച്ചിട്ടുണ്ടോ എന്നാണ് മോൻ നോക്കുന്നത്. ഇല്ല, വെട്ടിവെച്ചിട്ടില്ല. അച്ഛൻ ഒരു 8 മണിന്നാണ് കുളിയും കഴിച്ചാൽ എന്നിട്ട് പുറത്തിരിക്കും കേട്ടാ. സൂപ്പർ മാർക്കറ്റ് നമ്മളൊക്കെ പോയി വന്നു. പണിയോട് തുറക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. എന്തായാലും എനിക്കെന്തോ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഒരു ഉച്ചോളം കഴിക്കൊരു ആഗ്രഹം. പൂരത്തിൻ്റെ അമ്മ ഇപ്പോഴല്ല ബിരിയാണിയും കാര്യങ്ങളൊക്കെ. പണ്ട് നമ്മൾ പൂരായാലും പെരുന്നാളായാലും ഒക്കെ നമ്മൾ വയ്ക്കുന്നത് മീൻകറിയും
ആദ്യം നേരം ഇട്ടിട്ടില്ല, വെറുതെ രണ്ടായിട്ട് ചായയാണ് ഇട്ടിട്ട് അങ്ങനെ അലമ്പളാ അച്ഛൻ്റെ ഡ്രസ്സൊന്നും അലമ്പിടാം. അപ്പോൾ ഇവർക്ക് വലിയ വെയിലുള്ളാക്കണ്ടപ്പോൾ തലകൊണ്ട് ഫുഡ് കഴിക്കാതെയോ. അപ്പോൾ ഇവർക്ക് വലിയ താല്പര്യം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ട്? കുഞ്ഞിനാണ് തെങ്ങി ബിരിയാണിയിലാണ്. പപ്പടോടി ഉണ്ട്, മേടിക്കാൻ മറന്നു. ബീഫും കായം വെക്കണ? അല്ല പണ്ടൊക്കെ ഞാൻ പൂരത്തിന് പണ്ട് കേട്ടാ, പിന്നൊന്നുമില്ല. ഇന്ന് ഞാൻ വിരുന്നേരം ആരും വിളിക്കണ്ട. എന്താ വെച്ചാൽ ഒന്നും നേരമില്ല. നമ്മൾ എന്തിനാ വീടിൻ്റെ വൃത്തിയാക്കാൻ നമ്മൾ പെട്ടെന്ന് പോയൊരു യാത്രയല്ല, അതാണ് കേട്ടാ. പ്രത്യേകിച്ച് വിരുന്നേരം വേഗം അതന്നെ ഉച്ചത്ത് പോണേലും പോവാം. അപ്പം നീ എന്നിട്ട് കേട്ടില്ല ഡ്രസ്സിൻ്റെ കാര്യമില്ലേ? ആ പറയില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഓരോ പണികളായിട്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ പോകുമ്പോൾ അരി അടുപ്പത്തിട്ട് വെച്ചിട്ട് പോയി. അപ്പം എനിക്ക് ചോറ് വേവില്ല. പിന്നെ ഞാൻ ഉണക്കപ്പയർ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ വന്നേ ഉണക്കപ്പയർ വേവിച്ചിട്ട് അപ്പോൾ അതിലിട്ട് ജസ്റ്റ് ഒറ്റടി ഈ നേന്ത്രക്കായ, എന്നിട്ട് 2 ചുവന്നുള്ളി എടുത്തിട്ട് അപ്പോൾ അത് ഉപ്പേരിയായിട്ട് നീക്കി വയ്ക്കാം. അങ്ങനെ ഓരോന്നായിട്ട് വേഗം ചെയ്തിടാം. ചിക്കനൊക്കെ മേടിച്ച് കുറച്ച് നേരം ഞങ്ങൾ കുന്നോളം പോയി പച്ചക്കറി മേടിച്ചു. പിന്നെ എന്താ ഞാൻ ചായ കുടിച്ചു, ചാച്ചൻ്റെ കടന്ന് ചായ കുടിച്ചു. എന്താ കഴിയിട്ട് നമ്മൾ ഇപ്പം ഞാൻ കായാണ് കഴിഞ്ഞിട്ട് എന്താ മണിക്ക് ഏത് അങ്ങനെ വേഗം കാര്യങ്ങൾ. അപ്പം ആദ്യം നമുക്ക് ഉപ്പേരി എന്തായാലും എല്ലാവർക്കും ഉണ്ടാക്കാറ്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ പൂരത്തിൻ്റെ സ്പെഷ്യൽ ഉച്ചയൂണ് ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ പരിപ്പ് കൂടാനൊക്കെ ഉണ്ടാക്കട്ടെ, അത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിക്കോട്ടെ. ഞങ്ങൾക്ക് ഉണ്ടാക്കി നമുക്കെല്ലാം ചിലവാവില്ലെന്ന് അറിയാം. ഞങ്ങൾ അങ്ങനെ തിന്നണ പറ്റുന്നതല്ല, എന്നാലും നമുക്ക് നാളേക്ക് എടുക്കാമല്ലോ. അപ്പം എന്തായാലും ഉപ്പിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോളൂ. മഞ്ഞൾപ്പൊടി കഴിഞ്ഞ് ഡപ്പയുന്നതാതെ. അപ്പം നമ്മളത് ആദ്യത്തെ പരിപാടി തുടങ്ങിയിട്ട് ആദ്യത്തെ പരിപാടി നമ്മൾ കായും പയറും കൂടി ഉപ്പേരി വയ്ക്കുന്ന പരിപാടി. അപ്പോൾ കായും പയറൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പ് മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ചു. അതിലേക്ക് ഞാൻ കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മളിടുന്നത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയാണ് കേട്ടോ ചതച്ചിടുന്നത്. വെളുത്തുള്ളിയും ചുവന്നുള്ളി ചതച്ചിട്ടതിന് ശേഷം കറിവേപ്പില ഇട്ടു. അത് നന്നായി കൊണ്ട് മൂത്തതിനോടുകൂടി കുറച്ച് കുത്തിമുളകും കുറച്ച് കുത്തിമുളക് മൂത്തതിൻ്റെ ശേഷം സാധാ മുളക് പൊടി കൂടി ഇട്ടിട്ട് അത് നല്ലൊരു ഡാർക്ക് കളറായതിൻ്റെ ശേഷം നല്ലോണം മൂക്കണതിന് ശേഷം നമുക്ക് ഈ പയർ കായ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ലാസ്റ്റ് ഞാൻ കുറച്ച് പച്ചവെളിച്ചനും കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് അത് വെന്ത് വന്നതിന് ശേഷം കുറച്ച് ഇത്തിരി ഉപ്പ് പറഞ്ഞപ്പോൾ ഉപ്പിട്ടു. പിന്നെ പച്ചവെളിച്ചന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ഞാൻ മീൻ മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പേരിയുടെ പണി കഴിഞ്ഞ് മാറ്റി വെച്ചു. ഇനി മീൻ കഴുകി വൃത്തിയാക്കി വെച്ചു. അതിലേക്ക് മീൻ വറുക്കാണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, സാധാ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ. ഇത് മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ മീൻ വറുക്കുമ്പോൾ. ഞാൻ വേറെ പെരിഞ്ചീരകപ്പൊടിയോ കാര്യങ്ങളൊന്നും ഇടാറില്ല. ഇവിടെ അങ്ങനെ ആർക്കും അത് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ സാധാ മസാല ഇട്ട് മീൻ വറുന്നത് ഇഷ്ടമുണ്ട്. അപ്പോൾ അത് മസാലയൊക്കെ പുരട്ടി അത് സ്ഥലത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ആ ചട്ടിയിലേക്ക് നമുക്ക് മീൻ കറി വെക്കണം. അപ്പോൾ ചട്ടിയിലേക്ക് ഇടുന്നു. അടുത്ത മീനൊക്കെ വാരിയിട്ടു. അത് മീൻ വാരിയിട്ടതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളകും പൊടി ഇട്ടു കേട്ടോ. മുളകും പൊടി ഇട്ടു. പിന്നെ നമ്മളൊരു നല്ല പഴുത്ത തക്കാളി ഇടുന്നിട്ട് അതൊന്നും അരിഞ്ഞിടണം കേട്ടോ. തക്കാളി ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട, പക്ഷേ ഞാൻ തക്കാളി ഇടാറുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ടു, 2 പച്ചമുളക് ചീന്തിട്ടു. പിന്നെ നമ്മളെടുത്തത് ചുവന്നുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ടാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുടംപുളിയിൽ 3-4 ഇട്ടു. കുറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ചു. പിന്നെ ഇഞ്ചി ചുവന്നുള്ളി ചതച്ചിട്ടിട്ട് കൈ കൊണ്ട് നന്നായി അത് തിരുമ്പി കൂട്ടിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. ഇത് കേര മീനാണ് കേട്ടോ. നമ്മൾ നല്ലൊരു മീനായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ അങ്ങനെ ഒരു കാര്യമായിട്ട് കഴിഞ്ഞ് അടുത്ത പരിപാടി നമ്മൾ ആ ഉപ്പേരി ഏകദേശം വറ്റി സെറ്റ് ചെയ്ത് വന്നപ്പോൾ അത് വേറൊരു പാത്രത്തിൽ മാറ്റിയിട്ടാണ്. എന്താ വെച്ചാൽ നമുക്ക് ചട്ടി ഇനി കറികളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി. മാങ്ങ നമ്മൾ ഓണം നല്ല സദ്യയ്ക്ക് ഉണ്ടാക്കണം മാങ്ങാച്ചാറാണ് കേട്ടോ. അതായത് പൂരങ്ങൾക്ക് ഓണത്തിനൊക്കെ നമ്മളൊരു ദിവസത്തേക്ക് മാത്രമേ യൂസ് ചെയ്യാനായിട്ട്, ഒരു ദിവസം 2 ദിവസം കേട്ടോ അങ്ങനെ ഇത് ഈ അച്ചാർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല കുനുകുനുന്ന മാങ്ങ ചെറുതാക്കി അരിയണം കേട്ടോ. അപ്പം ഞാനൊരു 2 വലിയ മാങ്ങ ഒരു കുഞ്ഞ് മാങ്ങ മാത്രം എടുത്തോളൂ കേട്ടോ. ബാക്കിയുള്ള മാങ്ങ ഞാൻ മാറ്റി വെച്ചു, നാളെ അച്ചാറിട്ട് വയ്ക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതങ്ങനെ
നമ്മൾ വാങ്ങിക്കൊടുത്തിട്ട് ചട്ടി നന്നായി തുടച്ചിട്ട് വെള്ളം നനവിലാണ് നന്നായി തുടച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ടു, പിന്നെ കാശ്മീർ മുളക് പൊടി ഇട്ടു, പിന്നെ സാധാ മുളക് പൊടി ഇട്ടു കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ സാമ്പാർ കായില്ലേ, കായത്തിൻ്റെ പൊടി, ഉലുവപ്പൊടി ഇട്ട്, ഇത് രണ്ടുമാണ് കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, പിന്നെ കുറച്ച് സ്വർക്കം ഒഴിക്കുന്നുണ്ട്, ഒരു തുള്ളി സ്വർക്കം ഒഴിക്കുന്നുണ്ട്, മാങ്ങ കുറച്ച് പുളി കുറവാണ്, സ്വർക്കം ഒഴിച്ചു. പിന്നെ കറിവേപ്പിലിട്ട് നന്നായി കൈകൊണ്ട് തിരുമ്മണം കേട്ടോ. മാങ്ങ നമ്മൾ ആ തിരുമ്പി കൂട്ടുന്നതിലാണ് ഈ അച്ചാറിൻ്റെ ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. നന്നായി തിരുമ്മണം. നമ്മൾ സാധാ കുറേ ദിവസം കിട്ടുന്ന അച്ചാറിലാകുമ്പോൾ നമ്മളിങ്ങനെ തിരുമ്പി കൂട്ടില്ല കൈ കൊണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ അച്ചാറിന് നന്നായി തിരുമ്മണം. അപ്പോൾ എരിവ് കുറച്ച് കുറവ് പോലെ കുറച്ചും കൂടി മുളക് കൂടിയിട്ടുണ്ട്. നമ്മുടെ അച്ചാർ റെഡി. പിന്നെ മീൻകറിയുടെ തിളച്ച് മീൻകറിക്കുള്ള പാലിട്ട്, ഇത് ഇപ്പോൾ ഈ സ്റ്റീൽ പാത്രത്തിലുള്ള 2-ാം പാലും മറ്റേത് 1-ാം പാലാട്ടോ. മീൻകറിയൊക്കെ തിളച്ച് വന്നപ്പോൾ 2-ാം പാൽ ആദ്യം ഒഴിച്ചു കേട്ടോ. ആദ്യം അതൊക്കെ ഒന്ന് തിളച്ച് എന്നോട് കൂടിയിട്ട് നമ്മൾ ഏകദേശം പറ്റിയപ്പോൾ 1-ാം പാൽ ഒഴിച്ച് കൊടുത്തു. അങ്ങനെ മീൻകറിയൊക്കെ നമ്മുടെ സെറ്റായി. ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി താളിച്ച് വിട്ടാണ് നമ്മുടെ മീൻകറി വറ്റി സെറ്റായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചുവന്നുള്ളിയും കറിവേപ്പിലും കൂടി താളിച്ച് വിട്ട് നമ്മൾ മീൻകറിയുടെ പടി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ബീഫൊക്കെ കഴിക്കുന്ന അരി കറിവേപ്പില, തക്കാളി, സബോള, കുറച്ച് സ്വർക്കാട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റ് ആയിരിക്കാനാട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല പൊടി കേട്ടോ. പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇത് കൂട്ടിയിട്ട് നന്നായി കൈകൊണ്ട് തീരുമാനിച്ചിരിക്കും. വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചേർത്തു, പക്ഷെ അതൊക്കെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ കുക്കറിലിട്ടതിന് ശേഷം ഞാൻ ചേർത്തത്. പിന്നെ നമ്മൾ കുക്കറിലിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം കേട്ടോ. ആ നേരം കൊണ്ട് കുക്കറിൽ അപ്പുറത്ത് ബീഫ് വെച്ച നേരം കൊണ്ട് നമ്മൾ ഉരുളിയിൽ ചിക്കൻ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പം എന്തായാലും കേട്ടോ കാര്യങ്ങൾ ഇന്നത്തെ യാത്രയെ അത് ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണം അതിനായിട്ട് മാറണുള്ളൂ അല്ലേ? ക്ഷീണിച്ച നമുക്ക് പറയാം അവിടുന്ന് വലിയ വണ്ടിയെന്ന് വണ്ടി മേടിച്ചിട്ടും കാര്യമില്ല. ഉണ്ണിയാളെ മടിയിൽ വെക്കാൻ ഇഷ്ടക്കുറവല്ല, ഇത്ര അവര് ഉറങ്ങുമ്പോ ഇടയ്ക്ക് താഴത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ വീട് ബാക്കിലേക്ക് പോവല്ലേ, അത്ര ടൈം എത്ര 7-8 മണിക്കൂർ മടിയിൽ കിടന്ന്, അല്ല 3-4 മണിക്കൂർ അവർ കിടന്ന് ഉറങ്ങും. ബാക്കിയുള്ള നേരം മടിയിൽ ഇരിക്കും. അപ്പം നമുക്ക് അത്ര നേരം നമുക്ക് അരക്കട്ടോ ചന്തി അനക്കാൻ പറ്റും. എൻ്റെ മടി കുഞ്ഞിനെ കുണുക്കി എൻ്റെ മടിയിൽ കുണുക്കാൻ, പിന്നെ ആ കാർത്തും പൊന്നിൻ്റെ മടിയാണ് കൂടുതൽ കുറച്ച് നേരമൊക്കെ ഞാൻ. അപ്പം മുന്നോട്ട് മടിയിലപ്പോൾ നമുക്ക് അതിനോട് തിരിയാൻ പറഞ്ഞപ്പോൾ നമ്മുടെ തണ്ടിൽ വേണം ഭയങ്കര ഇരിപ്പിരുന്ന. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ ചേട്ടൻ ഇതൊന്നും വേണ്ട, നമുക്കിത് പറഞ്ഞതായിരുന്നു. തീരെ വയ്യ, നമുക്ക് പൂരത്തിന് പോകാനുള്ള ഉദ്ദേശിച്ചു. പക്ഷെ ഇന്ന് അതിനോട് എൻ്റെ ഒരു ആഗ്രഹത്തിന് പിന്നാലാണ് എനിക്കൊരു ആഗ്രഹം. എനിക്ക് നമുക്ക് എൻ്റെ എപ്പോഴും നമുക്കൊരു മനസ്സിലൊരു ആഗ്രഹമാണ് ആ പൂരത്തിൻ്റെ ഇന്നത്തെ ഫുഡ്. അത് ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയില്ല. ഒരു ചോറ്, ഒരു മീൻകറി, ഒരു ബീഫ് വരട്ടിയത്, ഒരു ചിക്കൻ കറി, ഒരു മീൻ വറുത്തത്, ഒരു മാങ്ങാച്ചാറ്, പപ്പടം കച്ചത്, പരിപ്പൂട്ടുണ്ടാവും. എൻ്റെ അമ്മ ഇങ്ങനെ വെക്കട്ടെ, മീൻകറി ഒന്നും വേണ്ട, അതൊക്കെ പരിപ്പൂട്ട അപ്പം ഉപ്പിട്ട ചുമച്ച എന്തെടുക്കാനാണ് അലമ്പ് സ്വഭാവമായിട്ടിരിക്കണം. അപ്പം സത്യം പറഞ്ഞതൊന്നും ഏകദേശം ഉണങ്ങിയിട്ടായിരുന്നു കേട്ടോ. അടുക്കളയിൽ നിന്നപ്പോ ചുവന്നു വേർക്കാൻ പറ്റുന്നില്ലേക്ക്, അതാണ് പ്രശ്നം. അലമ്പാവാ മരുന്നിൻ്റെയാണ് പൊള്ള കേട്ടോ. ശരീരം മൊത്തം ഈ സൂര്യാഘാതം ഇരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ കേട്ടോ. എൻ്റെ കഴുത്തിൻ്റെ ബാക്ക് വശമൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അത് മെയിൻ ചെയ്ത് ചുറ്റൊന്നും പകയാനൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ തൊഴിൽ കുക്കിംഗ് മീഡിയല്ലേ. ഒന്നും വേണ്ട. എനിക്ക് നനവ് വയ്ക്കാൻ പറ്റില്ല. നനവ് വെച്ച് കഴിഞ്ഞാൽ അത് കുതിരുക, അത് കഴിഞ്ഞ് പിന്നെ വലിച്ചില്ല, അത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് വലിഞ്ഞ് മുറുക്കുക, അതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയല്ല. ഞാൻ കുറച്ച് നേരം ഞങ്ങൾ എൻ്റെ മോൻ തന്നെ ബോറടിക്കണായിട്ട് എൻ്റെ മോൻ കാണിച്ചെന്ത്. പക്ഷെ ഇന്നത്തെ ഫുഡ് നല്ല ഫുഡായിരിക്കും കേട്ടോ. നമ്മൾ ഉണ്ടാക്കി നോക്കാം അല്ലേ. മീൻകറി സൂപ്പറായിട്ട്. മാങ്ങാച്ചാറ് വെച്ചില്ല, അത് ഞാൻ 2 വെച്ചാൽ ഈ സദ്യക്ക് പോലെ ഉണ്ടാക്കിയിട്ട് മറ്റേ അത് അധികം നാൾ ദിവസം ഇരിക്കില്ലല്ലോ. അല്ല ഉപ്പൊക്കെ എന്നാ ഓക്കെ.
മീൻ കൂട്ടാൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ച് പപ്പടം കൂടി ഇങ്ങനെ വെച്ച് അപ്പോഴേക്ക് തലവേദന വരും. ഇങ്ങനെയൊക്കെ സൊരു കൂട്ടി വയ്ക്കും. അവസാനം ആകുമ്പോൾ തലവേദന. എനിക്ക് ഊണ് കഴിക്കാനും പറ്റില്ല. എനിക്ക് പിന്നെ ഊണ് കഴിക്കുമ്പോൾ ചൂടത്തിൽ നിന്ന് കഴിക്കാനും ഇഷ്ടമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഫുഡെല്ലാം മേശയിൽ നിന്ന് കഴിക്കാൻ ഭംഗിയുള്ളൂ. കണ്ടുപോയി നമുക്ക് കല്ലുമുള്ള പണി ഒരെണ്ണം കൂടെ ഉള്ളോ? അല്ല ചതക്കിലോ കഴിഞ്ഞു. നമുക്ക് പരിപ്പൂട്ട ലാസ്റ്റ് കൂടി വെക്കാം. അപ്പോഴേക്കും നമുക്ക് മീൻ വറക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീഫ് കളപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകും. പോട്ടെ, ചിക്കൻ കറി ഞാനേ വരട്ട് വേണ്ട നമുക്ക് ചാറ് പോലെയൊക്കെ കൊഴുകൊഴുപ്പായിട്ടുള്ളത് വെക്കണ്ടെങ്കിൽ നല്ല വരട്ട് ഒക്കെ വരട്ട് കൊഴുപ്പ് പോലെ ചിക്കൻ ബീഫ് കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നൊക്കെ പിന്നെ ഇതൊക്കെ പറയാം. എന്നോട് സാധനം ചെയ്താലോ അല്ല ചിക്കൻ കഴിക്കാനോ ഇതൊക്കെ സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഓയിലൊക്കെ കുറച്ച് ഒഴിച്ചിട്ടാ. ഒഴിച്ച് നമ്മൾ അതിലേക്ക് ആദ്യം എണ്ണത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചത് കുറച്ചിട്ട് കൊടുത്തു കേട്ടോ. ഒരു 2 ടീസ്പൂൺ കൊടുത്തോളം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ടു. അത് നന്നായിട്ട് മുരിഞ്ഞ് അതിനോട് കൂടിയിട്ട് നമ്മൾ സബോള ഒരു 3.5 സബോള വലിയൊരു 3.5 സബോള അരിഞ്ഞ് അതിട്ട് കൊടുത്തിട്ടു. അത് നന്നായി വാടി വരണം കേട്ടോ. നന്നായി വാടണം. അതിലേക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം വാടി വന്ന മസാല കേട്ടോ. അതിൽ വേറെ പൊടികളൊന്നും ഇട്ടിട്ടില്ല. അത് നമ്മൾ ആ ചിക്കനിലിട്ടിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചു കേട്ടോ. അതങ്ങനെ ചിക്കനിലേക്ക് ഇടുക ചെയ്ത് നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ഉള്ളിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കേട്ടോ. കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലെ 2.5 ടീസ്പൂൺ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളകും പൊടി, കുറച്ച് ഗരം മസാല പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി അതുകൊണ്ട് നല്ലോണം മൂപ്പിക്കട്ടെ. എന്താ വെച്ചാൽ പെട്ടെന്ന് മൂക്കും ഈ എണ്ണയിലായ കാരണം. തീ എപ്പോഴും ചെറിയ തീയിലിട്ട് മൂപ്പിക്കട്ടെ. നന്നായി മൂത്ത് വേണ്ട നല്ല ബ്രൗൺ കളറാവുന്ന കൂടിയിട്ട് നമ്മൾ കുറച്ച് പുളി കുറഞ്ഞ നല്ല കട്ടി തൈരാട്ടോ ഒഴിച്ചു കൊടുത്തത്. പുളി കുറഞ്ഞ നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് ചിക്കനിലേക്ക് നമ്മൾ മസാലയൊന്നും ഉപ്പിട്ടണമെന്നില്ല, ഉപ്പിട്ടിട്ടാം. ഇപ്പുറത്ത് ബീഫ് ഒഴിച്ചെടുത്തപ്പോൾ ഇപ്പുറത്ത് മീൻ വറുക്കാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ മീൻ വറുക്കുന്നുണ്ട്. ഇപ്പുറത്ത് ചിക്കൻ്റെ പരിപാടിക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ മസാല ഏകദേശമൊക്കെ നല്ലോണം മൊരിഞ്ഞ് വരുന്നതോടുകൂടി മീൻ ഏകദേശം പകുതി സൈഡ് വന്നപ്പോൾ ഞാൻ മറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ആ ചിക്കനിൽ സബോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി മൂപ്പിച്ചത് പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തുട്ടാ. അങ്ങനെ നന്നായിട്ട് ഇളക്കി ചേർക്കുക. ചിക്കനിലേക്ക് ആ മസാല ഒക്കെ പിടിക്കാണ്ട് ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് എത്ര ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടാ. ഉപ്പ് കുറവാന്ന് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിലൊക്കെ ഞാൻ ലാസ്റ്റ് ഉണ്ട്. പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഉപ്പൊക്കെ നോക്കി ഇപ്പോൾ ഏകദേശം കുറച്ച് കുറവേപ്പ് തരിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അടുത്ത് നമ്മളിത് ബീഫിലേക്ക് അതെ ചേട്ടൻ ചൂടുണ്ടായിരുന്നമ്മേ ഇങ്ങനെ കണ്ട മീശാന്ന് പെടനീരന്നില്ലേ അതല്ല അതെന്റെ കഴുത്തപ്പത്തെ മുറിവ് വിശത്ത് കഴിയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ ഞങ്ങളുടെ റൂമിൽ ചെന്നല്ലേ ചൂടിരിക്കുന്നു. അങ്ങനെ ചെറിയത് ഏറ്റവും കുറുമ്പാണ്. അപ്പൊ നമ്മളത് ഏകദേശം കണ്ട സബോളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇതിന്റെ സബോള ഉണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്. ഇത് ശരിക്കും നാളികേരത്തൊന്നും വേണ്ട കേട്ടോ. അത് ഞാൻ ബുദ്ധിമുട്ടിക്കണേ. ബീഫിലേക്കല്ലേ അത് വേണം. നാളികേര കൊത്ത് വേണം. പിന്നെ നാളികേരം ഒന്നും ശരിക്കും വേണ്ടേ. ഒരു മുറി മതിയാവോ നാളികേരം ഈ കറിക്ക്? അമ്മയുടെ മുരിങ്ങക്കായി മാങ്ങ കറി ഇത് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് നാളേക്ക് ആയില്ലോ വെച്ചിട്ടുണ്ടാകാം. ഒറ്റയ്ക്ക് ഇവിടെ ചൊന്നും വെക്കാനൊന്നും ആരുമില്ല. സബോള കൂടി വറുത്തുകൂടി എടുക്കാം. ഒന്ന് വിളിച്ച മക്കളെ അതിന്റെ ഒന്ന് വിളിച്ചാ സബോള ഉണ്ടോ?
ബീഫിലേക്ക് മസാല ഇടുമ്പോൾ കാണിച്ചു തരാൻ പറ്റിയില്ല. ഞാൻ അത് സബോള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കോരിയെടുത്തിട്ട് ആ എണ്ണയിലേക്ക് തന്നെ ഒരു 3.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ മുളകും പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് വെറും വെളിച്ചെണ്ണയിൽ ഓയിലിൽ മാത്രം ഇട്ട് നമ്മൾ ആ സബോള വറുത്ത ഓയിൽ തന്നെ ഇട്ടാ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ചെത്തി എന്താ എങ്ങനെയുണ്ട് ഞാൻ വരട്ടാന്ന് വിചാരിച്ചാട്ടാ. അപ്പോൾ ബീഫ് ഞാൻ വരട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ സെറ്റിങ്സ് ചെയ്ത്. അപ്പോൾ വരട്ടണ്ട, ഈ ഒരു പാകം മതിയാണ്. അപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്യാൻ പോകട്ടാ. ബാക്കിയുള്ള പരിപാടി കാണിച്ചാൽ ഓഫ് ചെയ്താലും നമുക്ക് അതിന് ഒരു കുറച്ച് പണിയുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ രസം ഇഡ്ഡലിയും ബീഫും, ഇഡ്ഡലിയും ആട്ടിറച്ചി കുറുമയും, അത് ഭയങ്കര ടേസ്റ്റാണ്. അത് ഞാൻ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ ഉണ്ടാക്കിയത് കഴിച്ചിട്ടുള്ളൂ. ആട്ടിറച്ചി കുറുമയും ഇഡ്ഡലിയും. ബീഫ് അത് മുഴുവൻ വയ്ക്കുന്നത് തന്നെയല്ലേ. ബീഫിന്റെ കളർ ഉണ്ടോ? നെയ്യുള്ള ബീഫാണ് കേട്ടോ. എന്നാലും നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ എന്ത് നമ്മളെ മെനക്കെട്ടിട്ടും കാര്യം. ബീഫ് ഞാൻ 1.5 കിലോ മേടിച്ചാൽ ഞാൻ ഒരു 3/4 കിലോ വെച്ചിട്ടോ. ചെലവാവില്ലാന്ന് വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ വെക്കാൻ. എന്താ വെച്ചാൽ ഇവര് ചില നേരത്തെ ഇവരെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ചില നേരത്തെ ഇവര് തിന്നണ്ട. അതെല്ലാവർക്കും ആർത്തിയുണ്ട്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് അല്ല, ഇവിടെ എത്തിയപ്പോ നമ്മളെ പണ്ടത്തെ ഒച്ചൊടിച്ചു ആ ബീഫും ഇഡ്ഡലി. അമ്മ അങ്ങനെയല്ല, അമ്മയുടെ ബീഫ് ഞാൻ പോട്ടെ, ഞാൻ കഴിച്ചിട്ട് അടിപൊളിയായിട്ട്. ഞാനൊരു ഹോട്ടൽ തുടങ്ങാൻ പോവാ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇഡ്ഡലിയും ബീഫ് കറി. ഇങ്ങനെ ഉണ്ടാവും. എത്ര കൊടുക്കാം? 3 ഇഡ്ഡലിയും ഒരു ബീഫ് കറിയും കൂടി എത്ര കോമ്പോ? ഒരു ചായയും ബ്ലാക്ക് കോഫി, ഒരു ബ്ലാക്ക് കോഫി. ചായ ഒന്നുമില്ല. 3 ഇഡ്ഡലിക്കല്ല, അപ്പൊ അധികം അതിന് മാത്രം വേണ്ട. അപ്പൊ 100 രൂപ മതി. രാവിലത്തെ ഫുഡ് നല്ല ചെലവ് കിട്ടും. ബസ് സ്റ്റാൻഡ് ഏരിയ. ഉച്ചക്ക് ചോറും ബീഫ് കറിയും. അതായത് ഞാൻ അച്ചാച്ചന് മാഷ് വെജ് ഇഷ്ടമല്ല. അത് സൂപ്പറാ. മാഷ് വെജും വേറെ കസാരകളൊന്നും വേണ്ട. അങ്ങനെ മേടിച്ചിട്ട് അപ്പം പണ്ടത്തെ വീട് എടുക്കുക. അങ്ങനത്തെ ഒരു വീട് കിട്ടിയ സെറ്റപ്പായി. എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ നല്ല നീറ്റായിട്ട് വൃത്തിയിൽ തുടങ്ങണം. എനിക്ക് അതാണ് എൻ്റെ മെയിൻ. ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ ചിക്കൻ കറിയുടെ വീഡിയോ കണ്ടിട്ട് എവിടേക്ക് എത്തിയത്? അപ്പൊ നമ്മൾ ബീഫിലേക്കുള്ള നാളികേരം കൊത്തിട്ടാ. ഇത് നമുക്ക് കുടിക്കുക. ഇത് നമുക്ക് ശരിക്കും വേവിക്കുമ്പോൾ നാളികേരം കൊത്തിട്ടാട്ടെ. പക്ഷെ ഞാൻ വരട്ടാന്നുള്ള ഒരു തര ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ഞാൻ അങ്ങനെ നേരിട്ട് ഇടാറ് കേട്ടോ വേവിക്കുമ്പോൾ. അപ്പോൾ അതായത് നമ്മള് അപ്പം ഞാൻ ഇതെങ്ങനെ വയ്ക്കാൻ ഇതിലിട്ട് വേവിക്കില്ല പതിവ് കേട്ടോ. അതിപ്പോൾ ഞാൻ വരട്ടാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു സെറ്റിങ്സ് കൊടുക്കുന്നത്. എനിക്കറിയാം. അപ്പം ഞാൻ നേരത്തെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, സബോള വറുത്ത് വെച്ചാട്ടാ. അതൊന്നും ഇട്ടെടുത്തു. ഇതിലേക്ക് കുരുമുളക് പൊടി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, പെരിഞ്ജീരകം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല പൊടി, ഗരം മസാല. കറി മസാല എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് തെറ്റുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ ബീഫ് ഉണ്ട് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വന്നു. ഇത്ര പെട്ടെന്ന് ഇത്രയ്ക്ക് ചെയ്യുമെന്ന് വെച്ചില്ല. മുക്കാവശം തീർന്നുട്ടാ. ഗ്രേവിയൊക്കെ കഴിഞ്ഞ്. ഗ്രേവി ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഗ്രേവിയൊക്കെ പിള്ളേർ എടുത്തോണ്ട് ഇനി നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ കഴിക്കണ നേരത്തെ ഒന്ന് ചൂടാക്കി എടുത്താൽ നല്ല കേട്ടോ. ചൂടാക്കി ഇഷ്ടമുള്ളവർക്ക് എനിക്ക് ബീഫൊക്കെ ചെല്ലുമ്പോൾ നീര് ചൂട് വേണം. ബീഫ് പ്രത്യേകിച്ച് ചിക്കൻ്റെ പോലെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങൾ ഒരു കറികളും ഫ്രിഡ്ജിൽ വെക്കാറില്ല. ചൂടാക്കി അത് ആൾക്കാർ വെച്ചാൽ ഇങ്ങനെ ചൂടാക്കി വെക്കുന്നത്
ഇത്ര അപ്പൊ എന്ത് പരിപാടി കന്യാണ്ട് സ്പെഷ്യലൂടെ സാധനം എന്താ ചേട്ടാ? ഇന്നിപ്പോ ക്യാരറ്റ് ഇല്ല, കാരണം നമുക്കൊരു നമുക്ക് എന്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു കച്ചമ്പർ എന്ന് പറയും, സലാഡ് എന്ന് പറയും, സർലാസ് എന്ന് പറയും, പലയിടത്ത് പല പേരല്ലേ. വേറെ ഇതിപ്പോ ഇന്ന് ക്യാരറ്റ് എന്തൊക്കെ ഇട്ടിക്കണേ? ഇതിപ്പോ സബോളയും കുക്കുംബറും, സബോള കുക്കുംബർ പച്ചമുളകുള്ളൂ. ക്യാരറ്റ് ഇല്ല, കാരണം ചെറിയൊരു വിഷമം ഉണ്ട് എനിക്ക്. വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് ഉപ്പിട്ടോളൂ കൂട്ടി. ഉണ്ണിയുടെ സ്പെഷ്യലൊക്കെ എന്താ? കാണിച്ചല്ലോ, ലാസ്റ്റ് കാണിക്കണോ? ലാസ്റ്റ് കാണിക്കലോ. ഇതിങ്ങനെ കൈകൊണ്ട് കുഴച്ച എല്ലാവർക്കും ഇത് എന്താ കൈകൊണ്ട് കുഴക്കണെന്നൊക്കെ തോന്നൂട്ടോ. അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇതിന്റെ കയ്യൊക്കെ നല്ല വൃത്തിയിലൊക്കെ കഴുകി നിങ്ങൾ സെറ്റായിട്ടാണ് വരിക, പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ ഒരു നേരടിയിട്ട് ഇങ്ങനെ തിന്നണം. അപ്പൊ നമ്മളെ സബോളയുടെയും അതിനുള്ള ഒരു മണമുണ്ടല്ലോ, അത് ആ തയ്യലിക്കാണ്ട് ഉപ്പിങ്ങനെ കഴിക്കണം. സബോള മുടിക്കാൻ ഇഷ്ടം. പച്ചമുളക് വിടുമോ? കറക്റ്റ് അല്ല. അപ്പം ഇനി കൈ കഴുകാൻ പോലെ കൈയല്ല, കയ്യിൽ നല്ലത് ഈ ചൂട് സമയത്ത്. ഇതിനാണ് കൈയോട്ട് കുഴക്കണം, മനസ്സിലായ? അടുത്ത പരിപാടി പരിപ്പ് മുരിങ്ങയും കൂടിയിട്ടാണ് കറി വെക്കുന്നത്. എന്താ വെച്ചാൽ കുറച്ച് വെക്കണുള്ളൂ, നമുക്ക് ഇത്ര കറികളാണ്. എനിക്ക് പക്ഷേ അമ്മ ഇങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസമൊക്കെ മുരിങ്ങക്കായും പരിപ്പ് കറി വെക്കിട്ടാ. അപ്പം അതിൻ്റെ ഒരു പൂതിക്ക് വെക്കുന്നതാണ്. ഒരു മാങ്ങ 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പരിപ്പൊട്ടാൻ്റെ ഒന്നും നമ്മൾ അധികം എരിവ് യൂസ് ചെയ്യില്ലല്ലോ പച്ചരിച്ചേക്കുന്ന കറിയിൽ. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യത്തിന് പരിപ്പ്. ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ നമുക്കധികം വേണ്ട ഇത്രയും കറിയുള്ള കാരണം, അതുകൊണ്ട് ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കുക്കറിലിട്ടൊക്കെ ഒന്ന് വേവിച്ച് കൊടുക്കുന്നുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പരിപ്പൂട്ട ആർക്കും ഉണ്ടാക്കാൻ അറിയായില്ല. പച്ചരിച്ച പരിപ്പൂട്ട എല്ലാവർക്കും വയ്ക്കാൻ അറിയാം. പക്ഷേ ഞാൻ പലയിടത്തുനിന്നും പല ടേസ്റ്റിലാണ് കഴിച്ചിരുന്നത് കേട്ടോ. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റിൽ ഞാൻ എവിടുന്നും ഞാൻ പച്ചരിച്ച കറി കൂട്ടിയിട്ടില്ല. എന്താണെന്നല്ല, ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന പരിപ്പ് മുരിങ്ങക്കായ് കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അതെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനത് വേവിച്ചിട്ട് കാണിച്ചു തരാം. എൻ്റെ വായിൽ കുക്കുംബറ, അതിനായിട്ടാണ് കുക്കുംബറ ഇതിൻ്റെ അടുത്ത് തന്നെ വായിലിട്ടു. കുറച്ച് നാളെ എടുക്കണോട്ടോ, എന്താ വെച്ചാൽ കറി കുറവല്ലേ. ഇതാണ് ഞങ്ങളുടെ അമ്മ ചെയ്യുന്നതിൻ്റെ സ്പെഷ്യൽ. ചെറുള്ളി ഇടും, ചിലവരിടുള്ളൂ കേട്ടോ, എല്ലാവരും ചെറുള്ളി ഇട്ടില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടാണ് ചെറുള്ളി ഒന്നും ഇട്ടിരുന്നില്ല, അമ്മ ഇടും, അതാണ് ഞാനും ഇടുന്നത്. അങ്ങനെ നമ്മുടെ പരിപ്പും ആയൊക്കെ വെന്ത് വന്നിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് മോറാൻ പോയി. അവനായിട്ട് അവിടെ പൈനാപ്പിൾ നന്നാക്കുന്നുണ്ട്. സലാഡ് ഉണ്ടാക്കി വെച്ചിട്ട് കുക്കുംബറൊക്കെ വെച്ച് സലാഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഇല്ല, ക്യാരറ്റ് കഴിക്കാൻ മറന്നു. കുറച്ച് വെള്ളം നോക്കി. പരിപ്പും മുരിങ്ങക്കായും കറി അത് ഇവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, ഒരു വേണ്ട. ഇഷ്ടമാണോ? നിങ്ങൾ പലയിടത്തോണ്ടും ബീഫ് കറിയുടെ കാര്യത്തിൽ ചെയ്യുന്നുണ്ടോ? ഇത് ഇങ്ങനെ പൊട്ടിക്കളികളോ പൊട്ടിക്കളി അതിന് നല്ല വേണം. തേനത്
കുടിക്കാണ്ടേ? ഇന്നലെ കിട്ടിയത് നല്ല മധുരമുള്ള പനമ്പഴം. എല്ലാ മധുരമുള്ള അപ്പോൾ നമ്മുടെ ചിക്കൻ കറി സെറ്റായി. അതിലേക്ക് നമ്മൾ കുറച്ച് ഇത് ആവശ്യമുള്ളത് മാത്രം നല്ല മല്ലിയിലും മല്ലിയിലും കറിവേപ്പില ഇട്ടുണ്ട് കേട്ടോ. ഗ്രേവി ഒന്നും തരിപ്പൊരു വേസ്റ്റ് ഇല്ല. എന്തുകൊണ്ടാന്ന് അറിയാം, ഭയങ്കര ഗ്രേവിക്കൊക്കെ ഭയങ്കര. ഇപ്പൊ ചിക്കൻ്റെ രസം, ബീഫ് രസം എന്തൊക്കെ. ഞാൻ സാധാരണ ഇങ്ങനത്തെ കറികളെ കൂട്ടി ചോറിന് ആഗ്രഹിക്കാത്ത ആളാണ്. ഇവിടെ എന്തും തല്ലുന്നതാണ്, പക്ഷെ കഴിക്കാൻ തോന്നിട്ട് കഴിഞ്ഞു. ദോശയും ബീഫും ഒന്നുകൂടി ഇട്ട് പണ്ടിട്ട് ഞാനാ അമ്മ ഉണ്ടാക്കിയത് സൂപ്പർ. ഞാൻ ചോദിക്കാം, അപ്പൊ പറയാം. ചോറെടുത്തു. വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴാണ് ശബ്ദം പറ്റില്ല. അപ്പോൾ ഞാൻ പിന്നെ ഡബ്ബിയാന്ന് ചോദിച്ചോട്ടാ. അപ്പോൾ കുണിക്കുമ്പോൾ അവിടെ വെള്ളം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് ചോറിട്ടിട്ട് 2 ഭാഗമാക്കിയിട്ട് കുറച്ച് പരിപ്പൂട്ടാനും കുറച്ച് മീൻ കൂട്ടാനും ഒഴിച്ച് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര ആദ്യം ഞാൻ പറഞ്ഞു കുറച്ച് ബീഫൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വെച്ചിട്ട് ഇരുന്നത്. കുറച്ച് ബീഫൊക്കെ കൂട്ടി നല്ലോണം എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ നല്ല ആസ്വദിച്ച് കഴിക്കണം കേട്ടോ. അങ്ങനെ ബീഫും കുറച്ച് അച്ചാറും കുറച്ച് പപ്പടവും കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് കഴിച്ചു പോട്ടെ. ഭയങ്കര ഇഷ്ടം. ചിക്കനായാലും ബീഫിലേക്കായാലും അച്ചാറും പപ്പടും കൂടി കൊട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. വീഡിയോകളൊന്നും ശബ്ദം പറ്റില്ല. അപ്പോൾ ഡബ് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടാണ്, എളുപ്പമില്ല ഡബ് ചെയ്തിട്ട്. അപ്പോൾ ഫുഡൊക്കെ അടിപൊളി ഫുഡാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണം കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ഇത്രയും ടൈമിൽ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മൾ തലേദിവസം ഒന്നും മേടിച്ച് വയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ എത്ര മണിയായിരുന്നു? 12 മണിയായിരുന്നില്ല ഫുഡ്. 12 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേ. അപ്പോൾ നമുക്കിത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണമെന്നിട്ട് നമുക്ക് ഇത്രയും ടൈമിങ്ങിന് പിടിക്കുന്നത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു 1-2 മണിക്കൂറുണ്ട്. അനുവേട്ടനും കൂടി ഉണ്ടെങ്കിൽ എനിക്കിത് 2 മണിക്കൂറുണ്ട് ഇതെല്ലാം ഉണ്ടാക്കി കഴിയാൻ പറ്റും കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നും ഓരോന്നായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അനുവേട്ടനും ഞങ്ങൾ കഴിച്ചിട്ട് പറഞ്ഞിട്ട് അപ്പുറത്ത് നമ്മുടെ കുഞ്ഞും എല്ലാവരും വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഓണം എന്ന് പറയുന്നത് പൂരത്തിൻ്റെ ഫുഡ് കഴിച്ചിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക. എത്ര നാളുകൾക്ക്